വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കോഴിക്കോടാണ് കേട്ടോ പോകുന്നത്. കാലിക്കട്ട് എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലോട്ട് ആദ്യം ഓടി വരുന്നത് പാരഗണിലെ ബിരിയാണിയാണ് കേട്ടോ. ഞാൻ ഇന്നേ വരെ കഴിച്ചിട്ടില്ല. നമ്മുടെ ലുലു മാളിലുണ്ട് ഒരു പാരഗൺ. ആ ബിരിയാണി ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിലും അതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ ഒറിജിനൽ കോഴിക്കോടൻ പാരഗൺ ബിരിയാണി കഴിക്കാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ. ഞാൻ പോകുന്ന വഴിക്ക് ഒരു ചേട്ടനാണ് ലൈവായിട്ട് കപ്പവർത്തം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഒന്നും നോക്കിയില്ല, ആ ചേട്ടനടുത്തുനിന്ന് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഹൈദരാബാദ് കപ്പയൊന്നും കിട്ടാറ് പോലും ഇല്ല. അപ്പൊ കൊതിയാണ് കപ്പ വറുത്തത് കഴിക്കാൻ. നമ്മളിവിടെ ഉള്ളപ്പോൾ നമുക്ക് അവൈലബിൾ അല്ലാത്ത സാധനങ്ങളോട് വല്ലാത്തൊരു ക്രേവിങ്സ് തോന്നാറുണ്ടല്ലോ. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ദേവേട്ടനോട് പറയും, എനിക്ക് കപ്പ വറുത്തതും ചക്ക വറുത്തതും ഒക്കെ തിന്നാൻ ഭയങ്കരമായിട്ട് കൊതിയാവണമെന്ന്. അയ്യോ, സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. അപ്പോഴത്തേക്കും നമ്മൾ പാരഗൺ എത്തിയായിരുന്നു കേട്ടോ. നല്ല ബിരിയാണി ആയിരുന്നു. ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ ആയിരുന്നു കേട്ടോ ഇതിൻ്റെത്. ആ മിന്റിന്റെയും മല്ലിയിലയുടെയൊക്കെ ഒരു ചമ്മന്തി ഉണ്ട്, അതും കൂടെ കൂട്ടി വെച്ച് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് അങ്ങോട്ട് മനസ്സിലാവുക. അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ കുനാഫി ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും ഇത് തീരെ ഇഷ്ടമായില്ല. അരമണിക്കൂറോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ പാരഗണിൽ കയറി ഞങ്ങൾ ഫുഡ് കഴിച്ചത്. അത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ നേരെ ഞങ്ങൾ പോയത് റിസോർട്ടിലേക്കാണ്. പിന്നെ ഞങ്ങൾ സ്റ്റേ എടുത്തത് വാസ്കോ ഡ ഗാമ ബീച്ച് റിസോർട്ടിലാണ് കേട്ടോ. നമ്മുടെ കാപ്പാട് ബീച്ചിന്റെ ഒക്കെ അടുത്തായിട്ട് വരും. നല്ല അടിപൊളി ആംബിയൻസ് ഒക്കെ ആയിട്ടുള്ള ഒരു ബീച്ച് റിസോർട്ടായിരുന്നു ഇത്. പിന്നെ ഞങ്ങളുടെ കൂടെ ദേവേട്ടന്റെ ഫ്രണ്ടും ആളുടെ വൈഫും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ടയേർഡ് ആയിരുന്നത് കൊണ്ട് റൂമിൽ പോയി കുറച്ചു നേരം ഒക്കെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ ഇറങ്ങിയത്. അപ്പൊ നമ്മുടെ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാവേ. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള റൂമായിരുന്നേ. നല്ല സ്പേഷ്യസ് ആയിരുന്നു. പിന്നെ ഒരു ബാൽക്കണി പോർഷൻ ഒക്കെ വരുന്നുണ്ടായിരുന്നേ. അപ്പൊ ദേവേട്ടനും ടമ്മു ആദ്യം തന്നെ അവിടെ പോയി അങ്ങിരുന്നു, കുറച്ച് ഫ്രഷ് എയർ ഒക്കെ കൊള്ളട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അവർ രണ്ടുപേരും സ്വസ്ഥമായിട്ടിരിക്കുന്ന കണ്ടപ്പോ ഒന്ന് പോയി ഡിസ്റ്റർബ് ചെയ്യാന്ന് ഓർത്തിട്ട് ഞാനും പോയതാണ് കേട്ടോ. ഈ ഡോറ് തുറക്കാൻ കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു കേട്ടോ. പുഷ് ആൻഡ് പുൾ ആണെന്നാണ് വിചാരിച്ചത്. എന്ന് വിചാരിച്ചിട്ട് ഞാൻ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ലൈഡിങ് ആയിരുന്നു ഗൈസ്. ആരും കണ്ടില്ലല്ലോ അല്ലേ? അപ്പൊ അവരിതേ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ അങ്ങ് ഇരിക്കുകയാണ്. നമ്മൾ നേരെ നോക്കുമ്പോൾ കാണുന്നത് ആ ചിക്കു ഫ്രൂട്ട് ഇല്ലേ, അതിന്റെ മരമൊക്കെയാണ് കേട്ടോ. ചിക്കു പറിക്കാൻ നോക്കിയെങ്കിലും പറ്റിയില്ല. ഇതെവിടെയാ? ഫാമിലീസിനൊക്കെ പറ്റിയ ഒരു സ്റ്റേക്കേഷൻ തന്നെയായിരുന്നു കേട്ടോ ഇത്. ഭയങ്കര കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. സോ ഇഫ് യു ആർ പ്ലാനിങ് എ സ്റ്റേക്കേഷൻ നിയർ കാപ്പാട് ബീച്ച്, ദിസ് വൺ വിൽ ബി എ ഗുഡ് ഓപ്ഷൻ. അങ്ങനെ ഇരുന്നപ്പോ ബീച്ചിലേക്കൊക്കെ ഒന്ന് പോയി വരാം എന്നോർത്ത് ഇറങ്ങി കേട്ടോ. കാലൊക്കെ നനച്ച് ബീച്ചിലൊക്കെ കുറച്ചു നേരം ഒന്ന് ഇറങ്ങി ആ വൈബൊക്കെ ഒന്ന് ആസ്വദിച്ച് കുറെ നേരം അവിടെ അങ്ങ് സ്പെൻഡ് ചെയ്തു ഞങ്ങളെ. ടമ്മുന് ബീച്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബീച്ച് എന്നല്ല, പൂളും വെള്ളവും ഒക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലാസ്റ്റ് ഇവള് ബീച്ചിൽ നിന്ന് കയറാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. അതുപോലെ വഴക്കായിരുന്നു കേട്ടോ. പിന്നെ ഒരുവിധം പിടിച്ചൊക്കെ കയറ്റി. ബീച്ചിൽ നിന്ന് കയറി കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഞങ്ങൾക്ക് നന്നായിട്ട് വിശന്നു കേട്ടോ. അപ്പൊ അവിടെ ഉള്ള ഒരു ടീ ഷോപ്പിൽ നിന്ന് തന്നെ ഞങ്ങളൊരു ചായ കുടിക്കാൻ കയറിയേ. വാട്ടേ ചായ ആയിരുന്നു, തീരെ ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ട ഒരു കഫേ ആയിരുന്നു ഇത്. ഈ കഫേന്ന് ലോഡഡ് ഫ്രൈസ് ഒക്കെ വാങ്ങിച്ചു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പൊട്ടേറ്റോസ് വലിയ താല്പര്യമില്ല കേട്ടോ. പക്ഷെ എനിക്ക് ഈ ലോഡഡ് ഫ്രൈസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതും കഴിച്ചിട്ട് നമ്മൾ നേരെ റിസോർട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി കേട്ടോ. അപ്പോഴാണ് അവർ പറയുന്നത് 10 മണി വരെ പൂളുള്ളൂ, അത് കഴിഞ്ഞാൽ പൂളിലൊന്നും ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ സമയം 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങള് പൂളിലൊക്കെ കളിക്കാം എന്നോർത്തിട്ട് പൂളിലിറങ്ങി. വെള്ളത്തിലിറങ്ങി കഴിഞ്ഞപ്പോഴാണെങ്കിൽ കയറാനേ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല രസമായിരുന്നു. ഞങ്ങൾ കുറേ നേരം എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളാണ് ആ ഒരു പൂളില് സ്പെൻഡ് ചെയ്തത്. ഇനിയും വെള്ളത്തിൽ തന്നെ കിടന്നാൽ നമുക്ക് ഡിന്നർ കഴിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ റിസോർട്ടിന്റെ റെസ്റ്റോറന്റ് ഏരിയയിലേക്ക് നമ്മൾ പോയേ. അവിടെ ചെന്നിട്ട് പൊറോട്ടയും ബട്ടർ ചിക്കനും ആയിരുന്നു പറഞ്ഞത് കേട്ടോ. അത്ര അടിപൊളി എന്ന് പറയാനൊന്നും എനിക്ക് തോന്നിയില്ല. ഓക്കെ ആയിരുന്നു. പിന്നെ നേരെ റൂമിൽ പോയി കിടന്ന് ഉറങ്ങി. രാവിലെ എണീറ്റിട്ട് നമ്മൾ തിരിച്ചു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ബോംബെ റെസ്റ്റോറന്റിലേക്കാണ് പോകുന്നത്. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല വെള്ളയപ്പവും നല്ല ചൂടായിട്ടുള്ള പൊറോട്ടയും ബീഫ് സ്റ്റൂവും നെയ്മീൻ കറിയും ചിക്കൻ വരട്ടിയതും ഒക്കെ ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സച്ച് എ ഹെവൻലി ഫുഡ് ആയിരുന്നു അവിടുത്തേത്. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബൈ ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ്.